ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ജെൽ പോളിഷ് ആപ്ലിക്കേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ചെയ്യേണ്ട രീതിയും അതിന്റെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പറഞ്ഞു പോകും. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോഡക്റ്റ് എല്ലാം വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് വേണ്ടത് പ്രൈമർ ആണ്. പ്രൈമർ എന്ന് പറയുന്നത് നമ്മുടെ നെയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു നമ്മളിടുന്ന ജെൽ പോളിഷ് അത് ഫിക്സഡ് ആയിട്ട് കിടക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത്. നോട്ട് എഴുതി തന്നെ പോവുക. നമ്മൾ കാണിക്കുന്ന വീഡിയോയോടൊപ്പം നിങ്ങൾ നോട്ട് എഴുതി പോവുക. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൈമർ ഇട്ട് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഡീഹൈഡ്രേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നഖത്തിലുള്ള ഒരു ഹൈഡ്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡീഹൈഡ്രേറ്റർ യൂസ് ചെയ്യുന്നത്. പ്രൈമറും ഡീഹൈഡ്രേറ്ററും ഇടുമ്പോൾ നമുക്ക് യുടെ ആവശ്യമില്ല. അത് തനിയെ അങ്ങ് അബ്സോർബ് ആയിക്കോളും. നമ്മുടെ നഖത്തിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൗണ്ടേഷൻ ആണ്. പ്രൈമറും ഡീഹൈഡ്രേറ്ററും ഇട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് ഫൗണ്ടേഷൻ ഇടുക. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നഖത്തിന് കൊടുക്കുന്ന ഒരു ബേസ് കോട്ട്, ഒരു ബേസ് കോട്ടായിട്ടാണ് കൂട്ടുന്നത്. ബേസ് കോട്ട് ആകുമ്പോഴത്തേക്കും നമ്മൾ നഖത്തിലിടുന്ന ആ ഒരു പോളിഷിന്റെ കളറൊന്നും നഖത്തിലേക്ക് ടിൻഡായിട്ട് അത് നമ്മുടെ നഖത്തിന്റെ ഒരു കളർ മങ്ങലോ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മൾ ബേസ് കോട്ട് ഇടുന്നത്. നമ്മുടെ സാധാ നെയിൽ പോളിഷ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ നഖത്തിന് ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാനും ഈ ബേസ് കോട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ബേസ് ഇട്ട് കഴിഞ്ഞ് നമുക്കൊരു 60 സെക്കൻഡ്സ് യുവിയിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അതെങ്കിലേ പെട്ടെന്ന് അത് ഡ്രൈ ആയി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അത് നോർമൽ ടെമ്പറേച്ചറിൽ ഡ്രൈ ആകത്തില്ല. നമുക്ക് ഇനി UV ലൈറ്റിലാണ് വെക്കുന്നത്. ഇതാണ് UV ലൈറ്റ്. നമുക്ക് ഇവിടെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടൈമർ സെറ്റപ്പ്, ഇത് ബാക്കിലോട്ടുള്ള ടൈമാണ് സെറ്റ് ആവുന്നത്. 10 നിന്ന് 9, 8 അങ്ങനെ പോവും. ഇതില്ലെങ്കിൽ നമുക്ക് 30 സെക്കൻഡ്സ് സെറ്റ് ചെയ്ത് വയ്ക്കാം. 60 സെക്കൻഡ്സ് അതുപോലെ സെറ്റ് ചെയ്യാം. ഇല്ല നോർമലി 1 to സ്റ്റാർട്ട് ചെയ്യും. 60 സെക്കൻഡ്സിൽ വയ്ക്കുവാണ്. യുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ലൈറ്റുള്ള UV ആണ് കുറച്ചുകൂടെ നല്ലത്. കുറച്ച് ലൈറ്റുള്ള UV ഒക്കെ വാങ്ങാൻ കിട്ടും. അതിനേക്കാളും ഒരുപാട് ലൈറ്റുള്ള UV ആകുമ്പോഴത്തേനും നമ്മുടെ നെയിലിന്റെ എല്ലാ ഭാഗവും കവർ ആകുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. മറ്റേതാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങത്തില്ല. നെക്സ്റ്റ് നെയിൽ പോളിഷ് ആപ്ലിക്കേഷൻ ആണ്. നെയിൽ പോളിഷ് ഇടുമ്പോഴത്തേനും നമ്മൾ ഫസ്റ്റ് സെൻറ്ററിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റ് കുറച്ച് എടുക്കാവൂ, ഒരല്പം മതിയാവും. നമ്മൾ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം ക്യൂട്ടിക്കൽ ഏരിയയിലോട്ട് പുഷ് ചെയ്ത് പോയിട്ട് വേണം മേളിലേക്ക് അപ്ലൈ ചെയ്ത് പോകണം. കവറാവും. നമുക്ക് ഇങ്ങനെ പിടിച്ച് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു ഏരിയയിൽ പുറത്താകാതിരിക്കാൻ ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടെ ഈസി ആയിരിക്കും. നമ്മുടെ സ്കിന്നിലോട്ടാകാതെ ഇരിക്കാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നമ്മൾ അഥവാ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നത് വൈപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് UVയിൽ വെക്കാനും. ഫസ്റ്റ് ഒരു കോട്ട് ഇട്ടിട്ട് UVയിൽ വെച്ചാൽ മതിയാവും, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങത്തില്ല. ഫസ്റ്റ് കോട്ട് ഇട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് UVയിൽ 60 സെക്കൻഡ്സ് വെക്കാം. ഫസ്റ്റ് കോട്ട് ഇട്ടു, UVയിൽ വെച്ച് ഡ്രൈ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ല ഫസ്റ്റ് കോട്ട് മതിയെങ്കിൽ ഫസ്റ്റ് കോട്ട് ഇട്ടിട്ട് UVയിൽ വെച്ചതിന് ശേഷം പിന്നെ ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യാം. ഇല്ല സെക്കൻഡ് കോട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് കോട്ട് ഇട്ട് UVയിൽ 60 സെക്കൻഡ്സ് വെച്ചതിന് ശേഷം മാത്രമേ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാം. അതും ഏറ്റവും തിക്നെസ് കുറച്ച് ഇടാവും. സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം
സ്കിന്നിന് പുറത്തായിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് യു വിയിലേക്ക് വയ്ക്കാം. 60 സെക്കൻഡ്സ് യു വിയിൽ വയ്ക്കും. പിന്നെ ഡ്രൈ ആയതിനു ശേഷം നെക്സ്റ്റ് ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ടോപ്പ് കോട്ട് മാറ്റി ഫിനിഷ് ടോപ്പ് കോട്ടും ഉണ്ട്, ഡയമണ്ട് ടോപ്പ് കോട്ടും ഉണ്ട്. ഡയമണ്ട് ആകുമ്പോൾ നമുക്ക് കുറച്ച് ഗ്ലോ ആൻഡ് ഗ്ലേസിങ് കിട്ടും. മാറ്റി ഫിനിഷ് ആകുമ്പോൾ ഒരു മങ്ങിയ രീതിയിലായിരിക്കും ഇരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ടോപ്പ് കോട്ട് ഇട്ട് കൊടുക്കാം. മാറ്റി ഫിനിഷ് ആണ് താല്പര്യമെങ്കിൽ അതിൻ്റെ ടോപ്പ് കോട്ട് ഇടാം. ഇല്ല ഡയമണ്ടിൻ്റെ ടോപ്പ് കോട്ട് മതിയെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ടോപ്പ് കോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 60 സെക്കൻഡ്സ് യു വിയിൽ വയ്ക്കാം. ടോപ്പ് കോട്ട് ഇടുമ്പോഴത്തേനും നമ്മൾ നേരത്തെ ഇട്ട നെയിൽ പോളിഷ് പെട്ടെന്ന് റിമൂവ് ആയി പോവാതിരിക്കാൻ അതിൻ്റെ മേളിലിടുന്ന ഒരു ഓവർ കോട്ടായിട്ടാണ് നമ്മൾ ടോപ്പ് കോട്ട് ഇടുന്നത്. അത് പെട്ടെന്ന് പോവാതിരിക്കാൻ അതിൽ മറ്റുള്ള കളറൊന്നും സ്പ്രെഡ് ആകാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ആ ഒരു പോളിഷ്നെസ് അങ്ങനെ തന്നെ നിലനിൽക്കും. ടോപ്പ് കോട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി ഫൈനൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്യൂട്ടിക്കിൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇത്രയും നേരം വെച്ചിട്ട് യു വിയിൽ വെച്ചിട്ട് നമ്മുടെ ക്യൂട്ടിക്കിൾ ഏരിയയൊക്കെ കുറച്ച് ഡ്രൈ ആയിരിക്കും. അതൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ക്യൂട്ടിക്കിൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ നിങ്ങൾ ഇപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രോഡക്റ്റ് എല്ലാം വാങ്ങി വെച്ച് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക.